ഹായ്, അവിടെ എത്തിയോ? ആ ജസ്റ്റ് ഇതാ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എവിടുന്നാ പയ്യെ? ആളെങ്ങനെയുണ്ട്? നേരത്തെ അറിയുന്നവരാടോ, കുറച്ചു നാളായിട്ടുള്ള അഫെയറാ. ഓ അടിപൊളി. താൻ ലക്കിയാടോ, ഇഷ്ടപ്പെട്ട ആളെ തന്നെ കിട്ടിയല്ലോ. അതിന് കല്യാണം കഴിക്കാൻ പോണ ഞാനല്ല, സത്യമായിട്ടും? എടോ അവരോട് വെയിറ്റ് ചെയ്യാം, ഞാൻ പിന്നെ വിളിക്കാടോ. ആ ഓക്കെ 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 ബൈ. യെസ്. ഇതാ എന്റെ ഇളയാള് ചാരു. ദീപു പറഞ്ഞിരുന്നു ഡാൻസ് പഠിക്കണല്ലേ? ആ അതെങ്കിലേ BA മോഹിനിയാട്ടം. അപ്പൊ ഞങ്ങൾക്ക് ഇനി ഡാൻസ് കാണാൻ അങ്ങോട്ട് വന്നാ മതിയല്ലോ. മൂത്തവൾക്ക് എഞ്ചിനീയറിംഗ് ആയിരുന്നു താല്പര്യം, ഇവൾക്ക് ഡാൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ, ഈ കല്യാണത്തിന് എൻ്റെ കുടുംബക്കാരും സഹകരിക്കില്ല. ചിലപ്പോൾ പള്ളിയിൽ നിന്നും താക്കീത് വരാൻ സാധ്യതയുണ്ട്. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. എനിക്ക് വലുത് എൻ്റെ മോളുടെ ഇഷ്ടമാണ്. ആര് സഹകരിച്ചില്ലേലും ഞാൻ ഈ കല്യാണം നടത്തും. ഇവിടെ മോശമൊന്നുമല്ല, പള്ളിയും പള്ളിക്കാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര മോശമൊന്നുമല്ല. ഞങ്ങളുടെ കൂട്ടരും എന്തേലും പ്രശ്നം കൊണ്ടുവരും. അതൊക്കെ ഇന്നത്തെ കാലത്ത് ആര് നോക്കാന്? എന്നാ പിന്നെ ഞങ്ങൾ ഒരു ദിവസം കുറിച്ച് ഇങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. സാറോടെ വേറെന്തെങ്കിലും? മോളൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും വേണ്ട. ഏയ് അത് പറ്റത്തില്ല. കല്യാണ പെണ്ണിന്റെ അനിയത്തിയെ പട്ടിണി കിടാൻ പറ്റത്തില്ല, ദൈവദോഷം ഉണ്ടാവും. എന്നൊരു ചായ മതി. എന്നൊരു ചായ. ഓക്കെ സാർ. നിന്റെ അമ്മായിപ്പൻ്റെ കോമഡി ഊളിയാണ്, അനിയൻ ചെറുക്കൻ ഊളിയാണ്. അപ്പൊ നേരി വരുമ്പോ കാണാം. ഓക്കെ ബൈ ബൈ. എന്താണ്? ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ മാനേജർ പുഷ്പൻ, നമ്മുടെ പഴയ ഒരു ശിഷ്യനാണ്. പുഷ്പൻ ആ നിമിത്തം കൊള്ളാം സംഗതി പുഷ്പിക്കും. ആ പുഷ്പിക്കണമെങ്കിലേ നല്ല ചെലവുണ്ട്. യവക്കാണെങ്കിൽ പൈസക്ക് ഭയങ്കര ആർത്തിയാണ്. അത് കൊടുക്കാം, പക്ഷെ നമ്മുടെ ആർത്തിയുടെ കാര്യം പുള്ളിക്കാരി തീർക്കോ? അണ്ണ രണ്ടും കൽപ്പിച്ച് തന്നെയല്ലേ? വിടറേ. അയ്യോ സുധരേജി, അയ്യോ ഇവിടെ പാർട്ടി മാത്രല്ല പേടിയുണ്ട്. ചേർക്കാ തന്നാലുണ്ടല്ല. പേടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നേ. സംഗതി സേഫ് അല്ലേ കമലു? അതെ, ഈ അങ്ങനെ ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ കൊണ്ടുവന്നാലേ ഇത് സംഭവം ചെയ്തു. നല്ല ആരും പിടിക്കാത്തൊരു ഐഡിയ വേണം നമുക്ക്. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നാലോ? ആ ഐഡിയ കൊള്ളൂല. കൊള്ളൂല. അല്ലെന്ന് ഈ നടിമാരെയൊക്കെ ഒന്നില്ലേ ഷൂട്ടിംഗ് അല്ലേ, പിന്നെ വല്ല ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. ഉഗ്രൻ ഐഡിയ തന്നെ, പക്ഷെ എന്തെടുത്ത് ഉദ്ഘാടനം ചെയ്യും? എന്റെ ജ്യോതിശാലയമായാലോ? ബെസ്റ്റ്. ഇതിനൊന്നും എടുത്തോണ്ട് കളയടേ. ഇല്ലെന്നേ, നമുക്ക് ഈ കടയും പരിപാടിയും ഒന്നും ഇല്ലാത്തോണ്ടാ. ഇല്ലേ ഈ ലൈൻ പിടിച്ച് നമുക്കൊന്ന് ഇറക്കി നോക്കായിരുന്നല്ലേ? ഒരു വഴിയുണ്ട്. വക്കീലിന്റെ പണി തീരാത്ത കെട്ടിടമില്ലേ, അത് പെയിന്റ് എല്ലാം അടിച്ച് നമ്മൾ അങ്ങ് ഉദ്ഘാടനം. എങ്ങനെയുണ്ട്? സൂപ്പർ ഐഡിയ അല്ലേ? പണി തീരാത്ത കെട്ടിടം എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? അണ്ണ നിങ്ങൾ എങ്ങനെ ക്രിമിനൽ വക്കീലായ അണ്ണ? ഉദ്ഘാടനം ചെയ്യണ ആരാണ്? ഒരു നടിയല്ലേ? നാട് മുഴുവൻ അറിയും. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ കിടന്ന് കറങ്ങി കളിക്കും. ഇങ്ങോട്ട് എൻക്വയറി വരും. അഡ്വാൻസ് പൈസയും മേടിച്ച് നിങ്ങൾക്ക് ബിൽഡിങ്ങിന്റെ പണി തരും അല്ലേ? ആലോചിക്കൊന്നുമില്ല. സുചിത്ര സമ്മതിക്കില്ലേ? ഒരു സുചിത്ര. അണ്ണ സുചിത്രയാണോ വലുത്, ആർത്തിയാണോ വലുത്? അത് ദീപ്തിയോടുള്ള ആർത്തി തന്നെ തന്നല്ലേ. അണ്ണൻ നൈസായിട്ട് അങ്ങ് ഓപ്പറേറ്റ് ചെയ്താൽ മതി, ചേച്ചി വീഴും. ഇന്ന് രാത്രി 8:30 ശേഷം നല്ലൊരു മുഹൂർത്തമുണ്ട്. ആ സമയത്ത് അണ്ണൻ ചേച്ചിയൊക്കെ ഇറങ്ങി പിടി. അങ്ങനല്ലണ്ണ, അത് അണ്ണൻ ചേച്ചിയെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്നല്ലേ ഉദ്ദേശിച്ചത്. അതെ, കിഴങ്ങ് തന്നെ. എന്നാലും ഓ എന്റെ അണ്ണ ഒരു എന്നാലും ഇല്ല. അണ്ണ നിങ്ങൾ ഓപ്പറേറ്റ് ദേ കാര്യം നടന്ന അടുത്ത ആഴ്ച ദീപ്തി. എന്നാ ഒന്ന് ശ്രമിച്ചു നോക്കാല്ലേ? ശ്രമിക്കും.
ദൈവമേ ഈ കളി നടന്നാ മതിയായിരുന്നു. ആ നല്ല ചായക്കടാന്ന് പറഞ്ഞ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. ഉള്ളത് പറ, താൻ എന്നെ എവിടേക്കാണോ കൊണ്ടുപോണത്? താൻ ധൈര്യമായിട്ട് പാടും, ഞാൻ തന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. ദേ ഇപ്പൊ റോഡ് എൻ്റെ ആയി. അവിടെ ഒരു വലിയ ഗേറ്റ് കണ്ടോ? ആ കണ്ടു. അതിനുള്ളിലേക്ക് കയറുക, ഞാൻ അവിടെ നിൽപ്പുണ്ട്. ഓക്കെ. ഹായ്, വാടോ. ഇതാണോ താൻ പറഞ്ഞ ഗംഭീര ചായ കിട്ടുന്ന ചായക്കട? ആ, ദേ വല്ല ഉഡായിപ്പൊപ്പിക്കാനാണ് പ്ലാനെങ്കിൽ എന്റെ യഥാർത്ഥ സ്വഭാവം താൻ അറിയും. അത്രയ്ക്ക് എന്നെ പേടിയാണെങ്കിൽ താനൊന്ന് ഫോൺ എടുത്ത് ആരെങ്കിലും വീഡിയോ കോൾ ചെയ്തേ. അതാവുമ്പോ ഞാൻ തന്നെ വല്ലതും ചെയ്താ ഒരു എവിഡൻസ് ആവുമല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ല, താനത്തിന് ഇനി പൊട്ട സ്ഥലത്തേക്ക് കൊണ്ടുവന്നേ? പറയാം, ഉള്ളിലോട്ട് വാടോ, വാ. വാ, ഇരിക്കും. ചായയും കൊണ്ട് വെയിറ്റർ വരുമായിരിക്കും അല്ലേ? ഇതിലൊന്നും കലക്കിയിട്ടില്ലല്ലോ അല്ലേ? ഗംഭീരൊന്നും അല്ലെങ്കിലും കൊള്ളാം. അതെ, ഒന്ന് വരൂ. എന്തിന്? ഒന്ന് വാടോ. ഫേസ്ബുക്കിൽ നോക്കിയപ്പോഴാണ് നാളത്തെ എൻ്റെ ബർത്ത്ഡേ ആണെന്നറിഞ്ഞത്. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. താങ്ക് യു.